ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ചൈന പൊറോട്ട. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1/2 സ്പൂണ് ഉപ്പും. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായത് ഓയിലാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇളക്കുക. വെള്ളം ഇതൊന്നും പോരാ. ഞാൻ പഞ്ചസാര ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കലക്കിയത്. നമുക്ക് ചപ്പാത്തിക്ക് മാവും ഒക്കെ പൊറോട്ടക്ക് മാവ് കുഴച്ചെടുക്കണ ആ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിതിൽ ബേക്കിംഗ് പൗഡറും ഉപ്പും ഓയിലും വെള്ളം പഞ്ചസാരയും കൂട്ടിയിട്ട് കുഴച്ചെടുക്കുകയാണ്. നമുക്കിതിൽ വെള്ളം പോരാത്തതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഏറാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പാകം നമ്മൾ നമുക്കറിയാലോ അത് കുഴച്ചെടുക്കാൻ എത്ര വെള്ളമാണെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ ഒരു പൊറോട്ട മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു 10 മിനിറ്റോളം നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് ഇതിനെ നീട്ടി പരത്തണം. എന്നിട്ടാണ് നമ്മൾ ബോൾ ഉണ്ടാക്കൽ. നന്നായിട്ട് കുഴച്ചാലാണ് ഈ ഒരു പൊറോട്ടക്ക് സോഫ്റ്റ്. ഇപ്പോൾ ഞാൻ കുഴച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കത്തി വെച്ചിട്ട് ബോളാക്കി മുറിച്ചെടുക്കാം പാകത്തിന്. ഞാൻ ഒരു 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു 10 കോയിൻ പൊറോട്ടയാണ് എനിക്ക് കിട്ടിയത്. വലിയ പൊറോട്ട അല്ല. അത് നമ്മൾ ഓരോ ബോളും ഓരോ പൊറോട്ടയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ബോള് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബോളും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോളൊക്കെ ഇങ്ങനെ നീട്ടിയാണ് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. അത് നീട്ടി ബോളാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ക്ലീനർ കൊണ്ട് മൂടി ഒരു അരമണിക്കൂർ വെക്കാം. 1 മണിക്കൂറൊക്കെ വെക്കാം. ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് മുകളിൽ എണ്ണ തടവിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിത് എടുത്ത് പരത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീണ്ടും എണ്ണയൊക്കെ തേച്ച് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ കോയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നീട്ടി പരത്താൻ കഴിയും. ഇങ്ങനെ ബൗളാക്കി വെച്ചാൽ റൗണ്ടാകുമ്പോൾ നമുക്ക് റൗണ്ടിലല്ലേ പരന്ന് കിട്ടുക. ഇതാകുമ്പോൾ ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ നീട്ടി പരത്തി കൊടുത്താൽ നന്നായിട്ട് വലിയ ഒരു ഇതായിട്ട് വരും, ഷീറ്റായിട്ട് വരും. ആ ഷീറ്റിനെയാണ് പിന്നെ നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യണത്. നമ്മൾ അടിയിൽ എണ്ണ തേച്ചിട്ട് വേണം ഇതിനെ പരത്തിയെടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കത്തി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ചുരുട്ടിയെടുക്കാൻ എളുപ്പമാണ്. വീശണ്ട, നമ്മൾ വീശിങ്ങാണ്ട് വലുതാക്കണ്ട. ഇങ്ങനെ പത്തിരിക്കോയിൽ വെച്ചിട്ട് തന്നെ പരത്താൻ കഴിയും. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒറ്റൊരു ഇതാക്കി എടുക്കണം. അപ്പോൾ 4 സൈഡിൽ നിന്ന് നമ്മൾ അതിനെ വിടിയിച്ചെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് പോന്ന് കിട്ടണമെങ്കിൽ അടിയിൽ നമ്മൾ എണ്ണ തടവി കൊടുക്കണം. അതുപോലെ ഇത് പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലും നമ്മൾ അല്പം എണ്ണ പരട്ടി കൊടുക്കണം. ഞാൻ ഓയിലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓയിലാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. എന്താണ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനെല്ലാം ഇതേപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നീട്ടിങ്ങനെ എടുക്കാം. ഇനി ഇതിനെ 2 സൈഡിൽ നിന്നും നമുക്ക് ഉരുട്ടി കൊണ്ടുവരണം. നമ്മൾ പൊറോട്ടക്ക് റോൾ ഉണ്ടാക്കൂലേ, അതേപോലെ അപ്പം നീട്ടി വെച്ചിട്ടുണ്ട്. ഇനി 2 സൈഡിൽ നിന്നുമാണ് ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. അപ്പോൾ ഇതേപോലെ
ഇത്ര വലിപ്പമുണ്ട് നമ്മൾ പിന്നെ ഇത് ചുരുട്ടി കൊണ്ടുവന്നിട്ട് ഇനി ഇങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരിക. അധികം പണിയൊന്നുമില്ല, നമ്മൾ മറ്റേ വീശി പൊറാട്ടൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ക്ഷമ വേണം അത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കൊടുന്നിട്ട് ഉരുട്ടിയിട്ട് അത് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പൊറാട്ടൻ്റെ ബോള് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് അവിടെ വെക്കും. എല്ലാ ബോളും ഇതേപോലെ പരത്തിയെടുക്കണം. ഈ നല്ല സുഖമായിട്ട് തോന്നി എനിക്കത് ഈ ഒരു ടൈപ്പ് പൊറാട്ട ഉണ്ടാക്കാൻ. ഇതങ്ങനെ പരത്താനും തന്നെ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കട്ടോ. ഇപ്പം ഞാൻ പരത്തി കുറച്ച് സമയം വെച്ചിട്ട് ഇനി ഞാൻ ചുടാൻ വേണ്ടിയിട്ട് ഈ ബോളിനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് പരത്തിയാലും മതി, അല്ലെങ്കിൽ പത്തിരിക്കോയിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് പരത്തിയെടുത്താലും മതി. ഒരുപാട് വലിപ്പം വേണ്ട ഈ കോയിൻ പൊറോട്ട. നമ്മൾ സാധാ പൊറോട്ടൻ്റെ അത്ര വലിപ്പമല്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ മതി. അല്ലെങ്കിൽ കൈയിൻ്റെ പള്ള വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരാം. എന്നാലും നീളും, സുഖമായിട്ട് നീളും. അപ്പോൾ ഞാൻ ഈ കോയിൽ വെച്ചിട്ട് പരത്തി, ബാക്കിയുള്ളതൊക്കെ കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയത്. ഇനി ഞാൻ ഒരു പത്തിരിക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പത്തിരിക്കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറേ തീയിൽ വേവിച്ചെടുക്കരുത്, സിമ്മിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. നല്ല തീ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് മുകളും അടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോവും. പിന്നെ അത് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ അത് ആകെ പൊടിയാവും. അപ്പോൾ ചെറിയ സിമ്മിലിട്ടിട്ട് ഇതിനെ 2 ഭാഗം ഇങ്ങനെ സാവധാനം വേവിച്ചെടുക്കണം. കുറച്ച് ക്ഷമയോട് കൂടി വേണം നമ്മൾ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ അത് ആകെ കരിയും. അപ്പോൾ അത് ചെറിയ തീയിലായപ്പോൾ 2 ഭാഗം ഇതാ പിന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ കണ്ടോ, ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല വെന്ത് വന്നപ്പോൾ ലെയറായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പൊക്കി നോക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിത് പിന്നെ ഒരു 3-4 എണ്ണം ചുട്ടിട്ടാണ് നമ്മളിതൊന്ന് കൈ വെച്ചിട്ട് അടിച്ച് എടുക്കുക. അപ്പോൾ ഇതാ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അതേപോലെ എല്ലാം നമുക്ക് ഈ പത്തിരിക്കല്ലിൽ ചുട്ടെടുക്കാം. ഞാൻ ആ ഒരു മാവ് വെച്ചിട്ട് 10 പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഞാൻ കൈ വെച്ചിട്ട് ആണ് ഇത് നീട്ടിയെടുക്കണതാണ് ഞാൻ കാണിച്ചു തരുന്നത്. കോയിൻ പൊറോട്ട ആകുമ്പോൾ ഒരുപാട് വലിപ്പം വേണ്ടല്ലോ. എൻ്റെ തന്നെ കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്. ഞാൻ കട്ടി കുറഞ്ഞോട്ടെ എഴുതിയിട്ട് ഒന്ന് നീട്ടിയെടുത്തതാണ്. കൈ വെച്ചിട്ട് നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പം ഞാനൊരു 4 പൊറോട്ട ഇവിടെ ചുട്ടിട്ട് കൈ വെച്ചിട്ട് അടിക്കണുണ്ട്. ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിത് അടിച്ചെടുക്കണം. ഇത് നല്ലോണം മുരിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞ് ചാടും. അപ്പോൾ അതാണ് സാവധാനം തീയിൽ ക്ഷമയോടുകൂടി നമ്മൾ ചുട്ടെടുക്കണം. നല്ല തീയിൽ പെട്ടെന്ന് ചുട്ടെടുത്താൽ ഇതേപോലെ അത് ലെയർ ചാടി പോവും. അപ്പം ഇതാ നല്ല സോഫ്റ്റുള്ള ലെയറുള്ള പൊറോട്ട നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പിന്നെ സോഫ്റ്റ് ഉണ്ടായിന്, കഴിക്കാനും നല്ല സോഫ്റ്റ് ഉണ്ടായിന്. ചൈനക്കാർക്ക് മാത്രമല്ല ഈ രീതിയിൽ ഉണ്ടാക്കാനൊരു പൊറോട്ട പറഞ്ഞാൽ കേരളീയരുടെ ഒരു ദേശീയ ഭക്ഷണം തന്നെ പറയാം. അതിപ്പോൾ ചൈനക്കാരുണ്ടാക്കിയപ്പോൾ പല കമൻറ്റുകളും വാട്സപ്പിലൂടെ വരൽ തുടങ്ങി. അപ്പം ഞാൻ ഇത് ആ ചൈനക്കാരുണ്ടാക്കണ കണ്ടിട്ട് ഉണ്ടാക്കിയാണ്. സാധാ പൊറോട്ടൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടാം. പക്ഷേ അതിലേറെ ഒന്നും കൂടി സോഫ്റ്റായിട്ടാണ് എനിക്കിത് തോന്നിയത് കഴിക്കാനും. കുറച്ച് ക്ഷമയോട് കൂടി വേണം ഉണ്ടാക്കാൻ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കണം. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ മുതിക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ താങ്ക് യു.